ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പാണ്ടിക്കാടുള്ള മഹോത്സവത്തിലേക്കാണ് കേട്ടോ. നല്ല അടിപൊളി വൈബായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, എല്ലാം കൊണ്ടും ഒന്നൊന്നിന് മെച്ചമെന്ന് പറയണത് പോലെ തന്നെ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കയറി വരുന്ന ആ ഒരു ഫ്രണ്ട് ഭാഗമൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത് എന്തോ അപ്പം വീഡിയോ എടുക്കണം എന്നുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിലോട്ട് കയറി ചെന്നപ്പോൾ വീഡിയോ എടുക്കണം എന്ന് തോന്നി. ഒരുപാട് ബേഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ എന്തിനു പറയണ ഒരു തലക്കന്ന് വീഡിയോ എടുക്കൽ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയൊന്നും അല്ല, ഇവിടെ വന്ന് കാണുന്നത് ഒരു വൈബ് വേറെ തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഇത് നമ്മൾ അകത്തോട്ട് കയറി വന്നതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോവാനേ തോന്നൂല. പിന്നെ അവർ പെട്ടെന്ന് ഡോറ് ക്ലോസ് ചെയ്യാൻ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം ലവ് ബേഡ്സ് കാര്യങ്ങൾ ഇവർക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പാറി പറന്ന് നടക്കാനുള്ള ഒരു വിശാലമായിട്ടുള്ള നല്ല അടിപൊളി സെറ്റപ്പിലാണ് കേട്ടോ ഓല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സാധനത്തിന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, പിന്നെ മക്കളാണ് കാണിച്ചു തന്നത്. പിന്നെ കാണുമ്പോൾ തന്നെ പേടിയാവും കേട്ടോ. പിന്നെ എന്താ പറയുക, നമുക്ക് ഏത് ഭാഗത്തുനിന്ന് വീഡിയോ എടുക്കണം എന്നുള്ളതൊന്നും അറിയില്ല. ടോമോയിലും കുട്ടികളും കോഴിക്കുട്ടികളും ഗിനിക്കോയികളും ലവ് ബേഡ്സ്, അതേപോലെ മറ്റേ വലിയ തത്തയൊക്കെ ഉണ്ടാവൂലേ, അത് എല്ലാം ഉണ്ട്. നല്ല രസമാണ് കാണാനും. പിന്നെ വേറെ കുറേ പേരുകളൊക്കെ എനിക്കറിയില്ല കേട്ടോ എങ്ങനെ പറയാന്നുള്ളതൊന്നും. അപ്പോൾ എന്തായാലും കാണാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ പാണ്ടിക്കാട് പരിസരത്ത് ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഒന്ന് വന്ന് കണ്ടു നോക്കാം. ഇതൊന്നും എപ്പോഴും ഉണ്ടാവുന്ന ഒരു സംഭവങ്ങളൊന്നുമല്ല, വല്ലപ്പോഴൊക്കെ ഉണ്ടാവുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഒന്ന് നമ്മളെ വീട്ടിലിരിക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ ഓരെ, അല്ലെങ്കിൽ എന്താ പറയുക, വെറുതെ വീട്ടിൻ്റെ ഉള്ളിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഓരെയും കൊണ്ടൊക്കെ ഒന്ന് പുറത്ത് പോയിട്ട് ജസ്റ്റ് നമ്മളെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് പോവുകയാണെങ്കിൽ നല്ല മസ് എൻജോയ് ചെയ്തുങ്ങാണ്ട് പോരാം എന്നുള്ളതാണ് കേട്ടോ. പ്രാവുകളാണെങ്കിൽ പറയണ്ട, ഒരു കൊട്ടാരമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ തോന്നണില്ലേ, കണ്ടില്ലേ, ഞങ്ങൾ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ഏതിൽ പോകണം, കുറച്ചും കൂടി അതിൻ്റെ ഇടയിൽ ഗിനിക്കോഴി ഒന്ന് പുറത്ത് വന്നിട്ടോ. അപ്പം ഞാൻ അതിനെ ആട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ആക്കിയായിരുന്നു. അതോ ഒരു കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഏത് കോഴിക്കൊക്കെ ആണെങ്കിലും ജന്തുക്കൾക്ക് ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് പുറത്തേക്ക് വരാം. അതിൽ നമ്മളിങ്ങനെ നടക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ പിന്നെ ഗിനിക്കോഴി എന്തായാലും നമ്മളെ പിന്നാലെ പോരാൻ വേണ്ടിയുള്ള പ്ലാൻ ആയിരുന്നു. നമ്മളതിനെ അയച്ചില്ല. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളവിടെ കണ്ടാലോ, ഒന്ന് ഇനി കണ്ടു നോക്കിയിട്ടാവും. അപ്പോൾ ഈ തോണി ഇങ്ങനെ സ്റ്റാർട്ടിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൽ ചെറിയൊരു സീന് ഞാൻ നിങ്ങൾക്ക് വെച്ചുതരാട്ടാ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ തന്നെ അതിൽ അല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് ആർക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഉള്ളിലൊന്നുമല്ല, സംഭവം ഞാനിവിടെ പുറത്താണ്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളിലൊന്നും കയറണതോ അല്ലെങ്കിൽ എൻജോയ് ചെയ്യണതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ അങ്ങനെയാണ്. അതുപോലെ ബീച്ചിൽ പോയാൽ ഇങ്ങനെ വെള്ളത്തിൽ ഷിപ്പിൽ കയറുക, ഫാസ്റ്റ് ബോട്ടിൽ കയറുക, ഇതൊന്നും എനിക്കിഷ്ടമല്ല. കാരണം ഞാൻ പറയാം, പിന്നെ ബോട്ടെങ്ങാനും താവോ അല്ലെങ്കിൽ ഇതിലെങ്ങനെയും കയറിയിരിക്കണമെങ്കിൽ ഇതെങ്ങാനും പൊട്ടിച്ചാടോ അങ്ങനെയൊക്കെ പറയണ ഒരാളാണ് കേട്ടോ ഞാൻ. സംഭവം ഇതിങ്ങനെ വിട്ട് നിന്നിങ്ങനെ കാണുക, കളി കാണുക എന്നറിയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളിയൊക്കെ ഇങ്ങനെ കാണുന്നത് ഭയങ്കര രസമാണ്. കുട്ടികളെ ആർപ്പും ഓരോരുത്തരുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷനൊക്കെ വടച്ചറബേ, അതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയായി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂടുതലും ഞങ്ങൾ ചെന്നെന്ന് ഈ തോണിയിലാണ് കൂടുതൽ ആളുകളും കയറുന്നതും. പിന്നെ ഇവർക്കാണ് കൂടുതൽ ടിക്കറ്റൊക്കെ അന്ന് അവിടെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. മറ്റുള്ളതൊക്കെ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ ഒരുപാട് ഗെയിംസ് കാര്യങ്ങളുണ്ടായിരുന്നു. ഉപ്പിലിട്ടതും ഉപ്പിലിടാത്തതും പൊരിച്ചതും കരിച്ചതും ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സംഭവങ്ങളും അവിടെ സെറ്റാണ്. നമ്മളെന്താ പറയുക, പിന്നെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത് കേട്ടോ. വലിയൊരു എമൗണ്ട് കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ എന്താ പറയുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് പോവുക, നല്ല രസമല്ലേ. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റായിട്ട് ഇങ്ങനെ ഒരു ഗെയിം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മൂപ്പരാൾ 3 ഇട്ട് കഴിഞ്ഞു, അതിലതൊന്നും റെഡി ആയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും 2 ചെക്കന്മാർക്കും ഞങ്ങൾക്കും 2 വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂപ്പരാളേക്കൊന്ന് വാങ്ങാം കേട്ടോ. അപ്പോൾ നിയാസിനൊന്ന് കൊടുത്തു, അതേപോലെ തന്നെ അച്ചുവിനും എനിക്കൊന്ന് കേട്ടോ. അപ്പോൾ ഞാനറിഞ്ഞത് അതിലങ്ങോട്ട് ഒന്നായിട്ടൊരു പോക്ക് ഇങ്ങോട്ട് പോയി കേട്ടോ.
നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞാനൊന്ന് അറിയണത്. സംഭവം നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ കരുതി കൊടുത്തത് പിടിച്ചാൽ കിട്ടൂലെന്നേ. അങ്ങനെ എന്തിനു പറയണേ ചക്കന് എറിഞ്ഞ ചെറിയ ചക്കന് എറിഞ്ഞ ഇത് ഹോർലിക്സിനാണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു ഹോർലിക്സിൻ്റെ ബോട്ടിൽ കിട്ടി. എന്തായാലും ഞങ്ങൾക്ക് പോയത് മുതലായി. പിന്നെ ഭയങ്കര സന്തോഷം. പിന്നെ ഇവന് കാട്ടിക്കൂട്ടിയതൊക്കെ പാടെ കാണുകയാണെങ്കിലേ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. സംഭവം എന്താ വെച്ചാൽ ഇവന് ആ ഹോർലിക്സിൻ്റെ ആ ഒരു കുപ്പി എവിടെയും വെക്കൂല, ആർക്കും തരൂല. പിന്നെ എന്താ പറയുക, ഓൻ്റെ ഒരു അധികാരം കണ്ടു. ഓൻ എറിഞ്ഞിട്ട് കിട്ടിയതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ആരെന്നോട് എറിയാൻ പറഞ്ഞത്? ആരെറിയാൻ പറഞ്ഞേ? ആരെന്നോട് എറിയാൻ പറഞ്ഞേ? ആ, ഞാൻ എറിയാൻ പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം തോന്നി. ആദ്യമായിട്ട് കിട്ടുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് പ്ലാസ്റ്റിക് പാത്രങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഹോർലിക്സ് ആവും എന്നുള്ളത് ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനെ അവിടെ നല്ല സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറുകോടുള്ള ഒരു ടീംസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതിൽ 2 പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നല്ല അടിപൊളി തുഞ്ചൻ്റെ പൈങ്കിളി പാടി ആ ഒരു പാട്ടൊക്കെ ആയിരുന്നു പാടിയിരുന്നത്. പിന്നെ ആദ്യം തന്നെ അവരൊരു ഭക്തിഗാനൊക്കെ ആയിരുന്നു. എന്തായാലും സംഭവം നല്ല അടിപൊളിയായി, സൂപ്പറായിരുന്നു. അപ്പോൾ പോവാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവുക, വിസിറ്റ് ചെയ്യുക. നല്ല വൈബാണ്, നല്ല രസമുണ്ട്. അപ്പോൾ ഈ വീഡിയോൻ്റെ റേഷ്യോങ്ങൾ ശ്രദ്ധിക്കേണ്ട. നമ്മളത് ഷോർട്ടായിട്ടും പിന്നെ യൂട്യൂബ് റേഷ്യോയിലൊക്കെ ആയിട്ടൊക്കെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, പോവുക, കാണുക, സന്തോഷിക്കുക. ഇതൊന്നും എപ്പോഴും ഉണ്ടാവില്ല, എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്കൊക്കെ ഇവിടെ കൂടുതൽ കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നത് നിലമ്പൂർ പാട്ടാണ്. അതിനൊന്നും ഇപ്പോൾ നമ്മളെന്തായാലും പോവില്ല. പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനും അവിടെ കഴിയൂല. അപ്പോൾ എന്തായാലും പോവാത്ത ആളുകളൊക്കെ ഒന്ന് പോവാൻ നോക്കുക. പോയ ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.